എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? എനിക്ക് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പാണ് ഓർമ്മ വന്നത്. അന്ന് രാവിലെ ഇന്ന് ബഹുമാനപ്പെട്ട MP പറഞ്ഞ ചില പദങ്ങളുടെ സമാനമായ പദങ്ങളായിരുന്നു താങ്കൾ പ്രയോഗിച്ചത്. അടപടലം ഡാഷ് എന്നൊക്കെ പറഞ്ഞു. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. ഏതായാലും അതിനെ അനുസ്മരിപ്പിക്കുന്ന ഇതിന് എത്ര ദിവസം ആയുസ് ഉണ്ടാകുമെന്ന് ഹഷ്മി നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ അമ്മാവനൊരു പൊങ്ങൻ തന്നെയാണ്. നിങ്ങൾ ഈ പറഞ്ഞ മഹാനായത് ഒരു ഭരണഘടനയുടെ പിൻപറ്റിക്കൊണ്ടും ഈ തെരഞ്ഞെടുപ്പിന്റെയും പിൻപറ്റിക്കൊണ്ടല്ലേ? അല്ല, ആ തെരഞ്ഞെടുപ്പ് അസാധുവാണെങ്കിലും അത് കുറ്റമറ്റതല്ലെങ്കിലും അത് കളങ്കിതമാണെങ്കിലും അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് താൻ നേടിയിരിക്കുന്ന ഈ പദവിയിൽ നിന്നും താഴെ ഇറങ്ങുകയല്ലേ. ഇനി താങ്കൾ ഇപ്പൊ ചോദിച്ച 2 ചോദ്യങ്ങൾക്കും ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ആധികാരികമായിട്ട് താങ്കൾ ഈ പറഞ്ഞതിന് ഉത്തരം താങ്കൾ അത് നോക്കിയാൽ അതിൽ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൈ വെച്ചിരുന്നാ മതി. ഈ കേപ്പിയുടെ തനി കൊണ്ടു താങ്കൾ അയച്ചത് ഈ പറയുന്ന രീതിയിൽ വാതിൽ തുറന്നിട്ട് രേഖകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? വാതിൽ തുറന്നിട്ട് ഈ ടൺ കണക്കിന് രേഖകളുമായി രാഹുൽ ഗാന്ധി ലോറി പിടിച്ചു വരുന്ന വെയിറ്റ് ചെയ്യുകയാണ് ഈസി. അങ്ങനെയാണ് താങ്കൾ അയച്ചെന്ന രേഖ. എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം 15 മിനിറ്റിൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് ഈ കള്ളവോട്ട് വാങ്ങിയാണ് എന്ന് ഞാൻ തെളിയിച്ചു തരാമെന്ന് പറയുന്നത് ആരാ? ആധികാരികം പറയുന്ന രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. ഈസി ചെയ്യേണ്ടത് എന്താണ്? ഇന്ന് അവിടെ ഡീറ്റെയിൽ ഡേറ്റ നീ ധൈര്യം കൊണ്ട് തെളിയിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല എന്ന് തെളിയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് ആർക്കാ? ഈസിക്കല്ലേ? അത് നാണക്കേടാർക്കാ? രാഹുൽ ഗാന്ധിക്കല്ലേ? പിടിച്ചകത്തിട്ടൂടെ വ്യാജം പറഞ്ഞതിന്? ചെയ്യാത്ത എന്താ? പേടിക്കുന്ന എന്തിനാ? ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഹാഷ്മി, ഒരു കലത്തില് ചോറ് വെന്തോ നോക്കാൻ അധികം ഒന്നും എടുത്ത് ഞെക്കി നോക്കേണ്ട കാര്യമില്ല. 2 വറ്റ് നെക്കി നോക്കിയാൽ മരി എടുത്ത അമ്മ പറയും ഇത് വെന്തതാണോ ഇല്ലയോ എന്ന്. നിങ്ങൾ എന്തോ ഒരു 80ന്റെ കഥയൊക്കെ പറയുന്നത് കേട്ടു നിങ്ങളെ ഇൻട്രോയിൽ വളരെ മനോഹരമായിട്ട്. 80 പേര് ഏതോ ഒരു കുടിസ് മുറിയിലുണ്ട് എന്ന് NDTVയുടെ വാർത്ത ഞാൻ അയച്ചു തരാം. ഇപ്പൊ ഏതിനാ? അപ്പൊ താങ്കൾ സമ്മതിക്കുക? അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞ ശരിയാണ്, സമ്മതിക്കുക അല്ലേ? അത് കോൺഗ്രസ്സുകാരനായിക്കോട്ടെ BJP-ക്കാരുടെ ആരും ആയിക്കോട്ടെ, ഒരു കുടിസുമുറിയിൽ 80 പേരുണ്ട് എന്ന രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ രേഖകൾ ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച് ശരിയാണ്, സമ്മതിക്കുക അല്ലേ? ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടർ ലിസ്റ്റ് കുറ്റമറ്റതാക്കേണ്ട ബാധ്യത ആർക്കാണ്? ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് 2025 ജനുവരി മാസം 1-ാം തീയതി കരട് വോട്ടർ പട്ടിക കിട്ടിയപ്പോൾ ഈ മഹാന്റെ കോൺഗ്രസിന്റെ പാർട്ടിക്കാര് അല്ല ഹാഷ്മി എന്ത് ചെയ്യുകയായിരുന്നു അവിടെ? എന്താണ് അതിന്റെ ഉദ്ദേശം? പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. എന്റെ മാഷ് എന്റെ ചോദ്യം ഓർത്തന്നെ നിൽക്കണം. എന്റെ ചോദ്യത്തിലേക്ക് മാഷ് വരുന്നേ ഇല്ല. എന്റെ ചോദ്യത്തിലേക്ക് മാഷ് വരുന്നതേ ഇല്ല. ഈസിയോട് രേഖകൾ ചോദിച്ചു രാഹുൽ ഗാന്ധി. ഈസിയോട് രേഖകൾ ചോദിച്ചു രാഹുൽ ഗാന്ധി. ഈസി കൊടുത്ത രേഖ എന്താണ്? ഇത് കൊടുത്താലും ഇത് ഏതെങ്കിലും തരത്തിൽ മെഷീൻ റീഡ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള 7 അടി പൊക്കത്തിൽ ടൺ കണക്കിന് വെയിറ്റുള്ള കുറെ അധികം പേപ്പറുകൾ കൊടുത്തുവിട്ടു. ഈസി എന്ത് വിചാരിച്ചു? ഇതുകൊണ്ട് ആരായാലും പേടിച്ചു പോകും. 6 മാസം 40 പേർ ഒരു ദിവസം ഒരു ഓഫ് എടുക്കാതിരുന്ന് വർക്ക് ചെയ്ത് രേഖകൾ പുറത്തുവിട്ടു. രാഹുൽ ഗാന്ധി പറയുന്നു കൃത്യം 15 മിനിറ്റിൽ ഈ ഡീറ്റെയിൽ രേഖ എനിക്ക് തന്നാൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് ക്രമക്കേടിലൂടെയാണ് തെളിയിക്കാം എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവാണ്. എന്റെ ചോദ്യം TP ജയേന്ദ്രൻ മാഷെ, ഈസി പറയണ്ടേ ധൈര്യമുണ്ടെങ്കിൽ താങ്കൾ തെളിയിക്കടോ എന്ന് പറഞ്ഞ രേഖ കൊടുക്കാൻ പേടി എന്തിനാ മാഷേ? എന്റെ നെഞ്ചിൽ പാണ്ടിയും പഞ്ചാരി ഒരുമിച്ച കൊട്ടണം. ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ മുമ്പാകെ 2017 ഈ കേസ് 2018 ഹഷ്മി നോട്ട് ചെയ്തോ? നിങ്ങളുടെ ലീഗൽ സെല്ലോട് ചോദിക്കും ജയചന്ദ്രൻ പറഞ്ഞത് ശരിയാണോ എന്ന്. ഇത് വല്ല റിട്ട് പെറ്റീഷൻ 935/2018, റിട്ട് പെറ്റീഷൻ സിവിൽ പെറ്റീഷൻ 1000/2018. സുപ്രീം കോടതി ഹർജി തള്ളി പറഞ്ഞു. ഹാഷ്മി വായിച്ചു നോക്ക് എന്താ പറഞ്ഞത് എന്ന്. പട്ടിക ഫോർമാറ്റ് തീരുമാനിക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷന് തന്നെയാണ്. അത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു. സ്വകാര്യത സംരക്ഷണ പ്രകാരം 45 ദിവസം മാത്രമേ ഇത് സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതും വിഇപാറ്റ് ആവശ്യം നേരത്തെ പ്രകാശ് ജോഷി ECI കേസിൽ തള്ളിയതാണ്. ഇന്ത്യ രാജ്യത്തെ സുപ്രീം കോടതി പാസാക്കിയ ഒരു നിയമം ലംഘിക്കാൻ ഹാഷ്മിക്ക് ധൈര്യമുണ്ടോ? എന്താണ് നിങ്ങളുടെ ചാനലിൽ പറയട്ടെ എന്താണ് നിയമം? ഇരകളുടെ ചിത്രം നിങ്ങൾ എന്താ പ്രദർശിപ്പിക്കാത്ത ഹാഷ്മി? വോട്ടർമാരുടെ സ്വകാര്യ സംരക്ഷണത്തിന് അവകാശമുണ്ട് കോടതി. ടെക്സ്റ്റ് ഫോർമാറ്റിൽ ഈ പറയുന്ന പേപ്പർ കൊടുത്ത രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത ഈസിയാ. മാഷ് പറയുന്ന ഈ പറയുന്ന വാദങ്ങൾ വിദണ്ഡവാദങ്ങളാണെങ്കിലും ആ വിദണ്ഡവാദങ്ങളുമെങ്കിലും തുറന്നു പറയാനുള്ള ബാധ്യത രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ ഇല്ലേ? പറഞ്ഞാലേ പറയാൻ പറ്റൂ. കോടതിയുടെ രേഖയാണ് ഞാൻ പറയുന്നത്. ടെക്സ്റ്റ് ഫോർമാറ്റിൽ നൽകുന്നത് മൈനിങ്ങിനോ വോട്ടർ പ്രൊഫൈലിങ്ങിനോ ഇടയാക്കും. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. ഞാൻ പറഞ്ഞ റിട്ട് പെറ്റീഷൻ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് കാശ്മീർ. ഇല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം അതിന്റെ കോപ്പി. ഇപ്പോ സുപ്രീം കോടതി
പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് അതിനപ്പുറം പറയാൻ ഇവരാളെ കൊമ്പുണ്ടോ? അത് ശരി. മാഷ് ഇത്രയധികം കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് മഹാദേവപുരയുടെ മാത്രം കാര്യം എടുക്കുക. അവിടെ ഒരു അഡ്രസ്സിൽ തന്നെ 10,452 അല്ലെങ്കിൽ സിംഗിൾ അഡ്രസ്സിൽ ഒരു അഡ്രസ്സിൽ 80 വോട്ടുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കോ നിങ്ങൾക്കോ സംശയമില്ല. അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? വിവിധ TV ചാനലുകൾ ആ സിംഗിൾ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ആ 80 പേര് പോയിട്ട് 8 പേര് പോലും അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണം. അവൻ പറഞ്ഞ നേരെ അങ്ങനത്തെ 10,452 വോട്ടുകൾ ഉണ്ട് എന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത്. പിന്നെ 153 ബിയറി ക്ലബ് ഒരു ബ്രൂവറിയുടെ പേരിൽ 68 വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്ന് ശ്രീ രാഹുൽ ഗാന്ധി ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ആ ബ്രൂവറിയിൽ ഇന്ന് അങ്ങനെ 68 പേരുമില്ല 6 പേരുമില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ അവിടെയും ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മഹാദേവപുര എന്ന് പറയുന്ന ഒരു സിംഗിൾ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവിടെ നടന്ന വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളിൽ എനിക്കോ നിങ്ങൾക്കോ യാതൊരു വിധത്തിലുള്ള ഒരു സംശയവുമില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. നമുക്കറിയാം കർണാടകയിൽ 10,000-ഓളം വോട്ടുകളിലാണ് അച്ഛന്റെ പേരിൽ ABCD EFG HIJK LMNOP എന്നുള്ളത്. അതൊക്കെ BJP-കാരൻ കണ്ടതാണല്ലോ. ABCD ഉള്ള അച്ഛന്റെ മക്കൾ ആരാണെന്നുള്ളത് ഇതേവരെ കർണാടകക്കാർക്കോ നമുക്ക് ആർക്കോ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ്. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? ഇത് കേവലം ഒരു സോഫ്റ്റ്വെയറിന് ഇന്നിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളർന്ന ഈ കാലഘട്ടത്തിൽ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി ഇത് മുഴുവൻ കണ്ടെത്താൻ സാധിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആ ഡിജിറ്റൽ രേഖകൾ കൊടുക്കാത്തത്? എന്നെ സംശയിക്കരുത്. CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ഞാൻ ആദ്യം ശകുൻ റാണിയുടെ കാര്യം പറഞ്ഞു. എന്താണ്, അവർ 2 മണ്ഡലത്തിലും ഒരേപോലെ വോട്ട് ചെയ്തു. ഫോം നമ്പർ 6 ഉപയോഗിച്ച് കള്ളത്തരമാണ് കാണിച്ചത്. കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. അവർ 2 മണ്ഡലത്തിലും വോട്ട് ചെയ്തു എന്ന് തെളിയിക്കുന്നത് എവിടെയാണ്? CCTV ഫൂട്ടേജ് ലഭ്യമാക്കുമ്പോഴാണ്. ആ CCTV ഫൂട്ടേജിനെ കുറിച്ച് ചോദിച്ചപ്പോ ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ചെയ്തത്? 45 ദിവസത്തിനുള്ളിൽ അത് ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ഇനി അത് ലഭ്യമല്ല എന്നാണ് പറയുന്നത്. എന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു നിയമം പരിഷ്കരിച്ച് ഇത്രയധികം തിടുക്കം കാണിച്ചത്? ഇത് രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കണ്ടെത്തേണ്ട കാര്യങ്ങളല്ലേ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ബാംഗ്ലൂർ സെൻട്രൽ പോലെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് വോട്ടുകൾ എന്ന് പറഞ്ഞാൽ താമസം മാറിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ ഉള്ള ഒരു പാർലമെന്റ് മണ്ഡലം. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളണ്ട. ഇപ്പൊ ഹാഷ്മി ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ഹാഷ്മിയുടെ ഫ്ലാറ്റിന്റെ അപ്പുറം താമസിക്കുന്ന ആരാണെന്ന് ഹാഷ്മിക്ക് പോലും അറിവുണ്ടാകില്ല. അങ്ങനെ 400ഉം 500ഉം അപ്പാർട്ട്മെന്റുകളുള്ള ഫ്ലാറ്റിൽ വന്ന് കള്ള വോട്ടുകൾ ചേർത്താൽ ശരിയായ പണിയല്ല. അതിനകത്ത് അത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡിജിറ്റൽ രേഖ വേണം. ഇല്ലെങ്കിൽ കൃത്യമായ ഒരു വോട്ടർ പട്ടികയെങ്കിലും തന്നെ. അല്ലാത്ത പക്ഷം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് പറഞ്ഞ് നമുക്ക് ആ ഫ്ലാറ്റിൽ കയറി ചെന്നാൽ അതിന്റെ അസോസിയേഷൻകാരെങ്കിലും നമുക്ക് കയറാനുള്ള അനുമതി തരുമോ? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് 40 പേരിരുന്ന് 6 മാസം എടുത്ത് തന്ന വോട്ടർ പട്ടിക നിരന്തരമായി പരിശോധിച്ചാണ് ഒരൊറ്റ മണ്ഡലത്തിലെ മാത്രം ഈ തട്ടിപ്പ് ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് കേവലം ഒരു മഹാദേവപുര മാത്രമല്ല, മഹാദേവപുരയ്ക്കും അപ്പുറമായിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും ഹരിയാന തെരഞ്ഞെടുപ്പിലും ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ബോധ്യമാണ്. ഇനി നിൽക്കേണ്ട വലിയ കിട്ടിയല്ലോ, കിട്ടി. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.